ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇങ്ങനൊരു കഞ്ഞി നിങ്ങൾ കുടിച്ചിരിക്കാൻ സാധ്യതയില്ല. അഥവാ കുടിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കടലയാണ്. കടല ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കടലയ്ക്ക് ഒരുപാട് തന്നെ വേഗ് ഉള്ളത് കൊണ്ടാണ് നേരത്തെ കടല ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചക്കറിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മത്തൻ്റെ ഒരു ചെറിയ കഷ്ണവും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കുറച്ച് പച്ചമുളകും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായാണ്, നേന്ത്രക്കായ. അപ്പോൾ ഏത് കായ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പച്ചക്ക. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറി വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർത്താലേ ഈ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ, അതായത് ചക്ക. അപ്പോൾ എനിക്ക് ചക്ക കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചക്ക ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരു ബൗളോളം നാളികേരവും അതിലേക്ക് എരിവിനാവശ്യമായ മുളകും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ചെറിയ ജീരകം. അതുപോലെ തന്നെ ഇതിലെ പ്രധാന അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളകാണ്. അത് ഇത്തിരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ മാറ്റി വെച്ചു. അടുത്ത് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു അരമുറി നാളികേരം ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ വറുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കറിവേപ്പിലയും ഇതിലേക്ക് ഒരുപാട് ചേർത്തിട്ടുണ്ട്, എന്നാലേ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടയേണ്ട, ഇതുപോലെ നല്ല കഷ്ണങ്ങളെ കിടക്കണം. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറാണ്. അപ്പോൾ ചോറ് വാർക്കാതെ അതിൽ തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളും അതുപോലെ ഈ കൂട്ടും എല്ലാം എടുത്ത് നമുക്ക് കഞ്ഞിയായിട്ടെടുക്കാം. പക്ഷേ ഞാനിവിടെ ചോറ് വാർത്തെടുത്തത് കൊണ്ട് ചോറ് തട്ടിക്കൊടുത്തു. അതിനുശേഷം നമ്മൾ ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ വറുത്തെടുത്ത നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ ഈ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും അത് ചുവന്നതിന് ശേഷം കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഇടിയും മഴയൊക്കെ ഉള്ള രാത്രികളിൽ, അതായത് നല്ല തണുപ്പുള്ള രാത്രിയിൽ ഇതുപോലൊരു കഞ്ഞി അത്താഴത്തിന് ഇതിലൊരു കഞ്ഞി റെഡിയാക്കുകയാണെങ്കിൽ വളരെ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും, വളരെ സുഖമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കണേ, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് my video. Thank you.